ഇതൊരു വിൻഡ് സ്പിന്നറാട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻഡിൽ വന്നിട്ട് ഞാൻ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട്, നമ്മൾ സാധാ സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തിട്ടുള്ളത്, പക്ഷേ അതിലൊരു ട്വിസ്റ്റ്, ഒരു ചുറ്റ് കൊടുത്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു എൻഡ് നല്ല സ്റ്റഫായിട്ട് നിൽക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാൻ ഓർത്തു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇതിൽ 4 റോ ആയിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് റോയിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് റോയിൽ വന്നിട്ട് ഡബിൾ ക്രോഷ്യ ഇൻക്രീസാണ്. തേർഡ് റോയിൽ അതുപോലെ ഡബിൾ ക്രോഷ്യ ഇൻക്രീസാണ്. ഏറ്റവും ലാസ്റ്റ് റോയിൽ വന്നിട്ടാണ് ഈ ഒരു സിംഗിൾ ക്രോഷ്യയിൽ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് എന്താ പറയുക, കണ്ണിന് വൈബ്രൻ്റായിട്ടിരിക്കും, അല്ലെങ്കിൽ ഇത് കാറ്റത്തിങ്ങനെ കറങ്ങുമ്പോൾ കുറച്ച് ഭംഗിയായിട്ടിരിക്കും എന്ന് തോന്നിയ കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം നമുക്ക് നോക്കാം ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഹുക്കിൽ ഒരു ലൂപ്പ് ഓൾറെഡി ഉണ്ട്, സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞ ഒരു ലൂപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ആ ഒരു ലൂപ്പ് നമ്മൾ വെച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, യാണ് വലിച്ച് എടുക്കണം. സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് പോലെ, നമ്മൾ സാധാ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് പോലെ യാണ് വലിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒറ്റൊരു ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഒറ്റൊരു ചുറ്റ് നമ്മളൊന്ന് ചുറ്റിയെടുക്കുക. ബാക്കിലോട്ടല്ല ചുറ്റേണ്ടത്, ഫ്രണ്ടിലൂടെ ഒന്ന് ചുറ്റിയെടുക്കുക. മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വന്ന ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ലൂസായിട്ട് എടുക്കുക. കുറച്ച് ലൂസായിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ടൈറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് നൂല് അതിൽ കൂടി വലിച്ചെടുക്കാൻ ചിലപ്പം പ്രയാസമായിരിക്കും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് യാൺ ഓവർ ചെയ്ത് എടുക്കാൻ പറ്റും. യാൺ ഓവർ ചെയ്ത് അതിൽ കൂടെ പുൾ ത്രൂ ചെയ്യുമ്പം നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നും. അപ്പം അതുപോലെ തന്നെ സെയിം സിംഗിൾ ക്രോഷ്യ പോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ സിംഗിൾ ക്രോഷ്യയുടെ ആ ഒരു 2 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിലൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും. ഫ്രണ്ട് കൂടെ ഇങ്ങനെ ഇതുപോലെ ഫ്രണ്ടിലൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, യാണ് പുൾ ത്രൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോള് നമുക്കുണ്ടാവില്ല, ആ ഹോളിൽ കൂടെ നമ്മൾ യാണ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലൂസായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, കാരണം ടൈറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാൻ നല്ല രീതിയിൽ കഷ്ടപ്പെടും. അപ്പം നിങ്ങളതൊന്ന് ലൂസായിട്ട് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. ഈസിയാണ്, വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി കോസ്റ്റേഴ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ വിൻഡ് സ്പിന്നർ തന്നെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എൻഡ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല